പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി മുട്ടുമടക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കണ്ട് അങ്ങേ പുത്രനോട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. എന്തെന്നാൽ ഇന്നുവരെയും അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ. വിശ്വാസത്തോടുകൂടി ഞങ്ങളും ഇതാ അമ്മയുടെ മുമ്പിൽ മുട്ടുമടക്കുന്നു. അമ്മേ, ഞങ്ങൾക്കായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ്. അമ്മേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വാഴണമേ. ഞങ്ങളുടെ ഭവനത്തിലെ കുറവുകളെ നികത്തി ഞങ്ങളുടെ ഭവനത്തെ സന്തോഷവും സമൃദ്ധിയും കൊണ്ട് അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വാർദ്ധക്യാവസ്ഥയിൽ കഴിയുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, സഹോദരങ്ങളെ സമർപ്പിക്കുന്നു, ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു, ദാനമായി നൽകിയ മക്കളെ സമർപ്പിക്കുന്നു. എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഓരോ മക്കളെയും അമ്മയുടെ ഉള്ളം കൈയിൽ അമ്മ കാത്തു പരിപാലിക്കണമേ. നീലമേലങ്കിക്കുള്ളിൽ സംരക്ഷണം നൽകണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ഉടമ്പടി നിയോഗങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു. അവരുടെ ആവശ്യങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു. അവരുടെ രോഗാവസ്ഥകളെ അമ്മയ്ക്ക് നൽകുന്നു. അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന അവരുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തെ അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവെ, ഏറ്റെടുക്കണമേ. ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങൾ പാപികളും ഏഴകളുമാണ്, കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. ഞങ്ങളുടെ കുറ്റങ്ങളുടെ കണക്ക് വെച്ചാൽ അമ്മേ, ഞങ്ങൾക്ക് അമ്മയുടെ മുമ്പിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല. എങ്കിലും ഞങ്ങളെല്ലാവരും അമ്മയുടെ മക്കളാണല്ലോ. ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മനസ്സലിവ് തോന്നി ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, കടബാധ്യതയാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ തീർക്കുവാനുള്ള വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ അമ്മ വെളിപ്പെടുത്തി കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ ഏറ്റെടുക്കണമേ. ഒരു അത്ഭുതകരം അവർക്ക് നേരെ നീട്ടണമേ. അമ്മേ മാതാവേ, അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അമ്മ അവരെ മോചിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ഇടപെട്ട് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ. കുഞ്ഞുങ്ങളുടെ ഫീസ് പോലും അടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അമ്മേ, അവരിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം കാണണമേ. തക്ക സമയത്ത് ഇടപെട്ട് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന പൈശാചിക ശക്തിയെ ഞങ്ങളിതാ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും അമ്മ ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ. അമ്മേ മാതാവേ, അമ്മ സർപ്പത്തിൻ്റെ തലയെ തകർത്തവളാണ്. സാത്താൻ്റെ മുമ്പിൽ സൈന്യത്തെ പോലെ നിലനിന്നവളാണ്. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെയും ബന്ധിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ. അമ്മേ മാതാവേ, വേദനയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമേ. തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അമ്മേ. ഭാരപ്പെട്ടിരിക്കുന്ന എത്രയോ മക്കളുണ്ടമ്മേ. ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന എത്രയോ മക്കളുണ്ടമ്മേ. അവരെല്ലാം നീ ഏറ്റെടുക്കണമേ അമ്മേ. ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാരല്ലാതെ ഒന്നിനും കഴിവില്ല അമ്മേ. അമ്മ പ്രവർത്തിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗവാതിലൊന്ന് തുറക്കണേ അമ്മേ. ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണേ അമ്മേ. ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥന ആവശ്യത്തെ അമ്മ ഏറ്റെടുക്കണമേ.
ഒരു അനുഗ്രഹമായിരിക്കാൻ ഈ പ്രാർത്ഥനയെ അമ്മ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും അമ്മയുടെ ഉള്ളം കൈകീഴിൽ നൽകിക്കൊണ്ട് അമ്മേ മാതാവേ, അതെല്ലാം അമ്മ സ്വീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.